തന്തൂരി റൊട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. തന്തൂരി അടുപ്പൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസിയായി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്തൂരി റൊട്ടി വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഉപയോഗിക്കാം. 1/2 കപ്പ് തൈര്, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം ഉപയോഗിക്കാൻ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലും 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര പാലാണോ എടുക്കുന്നത് അത്ര തന്നെ ചൂടുവെള്ളവും കൂടി എടുത്താൽ മതി. ഇനി ഇത് കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. 4-5 മിനിറ്റ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഒരല്പം വെള്ളം ഒന്ന് കൂടിപ്പോയാലും വലിയ കുഴപ്പമില്ല. പരത്തിയെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് തുറന്ന് വെക്കരുത്, മാവിൻ്റെ പുറം ഭാഗം ഡ്രൈ ആയിട്ട് വരും. മാവ് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ ഉരുളകളാക്കി എടുത്ത് പരത്തിയെടുക്കണം. ഒരു 2 ചപ്പാത്തിക്കുള്ള മാവ് എടുത്താൽ മതി. ചപ്പാത്തി പോലെ കനം കുറച്ച് പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കാം. ഇനി ചൂടായ നടുഭാഗം ഒന്ന് കുഴിഞ്ഞിട്ടുള്ള ഇതുപോലുള്ള ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നനഞ്ഞ ഭാഗം ചട്ടിയിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 1 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ചെറിയ കുമിളകൾ വരുമ്പോൾ ചട്ടി ഇതുപോലെ തിരിച്ച് പിടിച്ച് എല്ലാ ഭാഗവും വേവിച്ചെടുക്കണം. ഒരേ ഭാഗം തന്നെ ഫ്ലെയിമിന് മുകളിൽ കുറേ നേരം വെക്കരുത്. ഇതുപോലെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. ഇനി ചട്ടിയിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്തൂരി റൊട്ടിയാണ്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.